إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. റബ്ബ് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് അറിയിച്ചു തരികയാണ്, വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സഹു വഇലല്ലാഹിൽ മസീർ ഖുൽ ഇൻ തുഖ്ഫൂ മാ ഫീ സുദൂരികും ഔ തുബ്ദൂഹു യഅലമുഹുല്ലാഹ് വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു പറയുകയാണ്, അല്ലാഹു അവനെപ്പറ്റി തന്നെ നമ്മോട് താക്കീത് ചെയ്തുകൊണ്ട് പറയുകയാണ്, വഇലല്ലാഹിൽ മസീർ, അല്ലാഹുവിലേക്കാണ് നിങ്ങൾ അവസാനമായി ചെന്നെത്തേണ്ടത്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തട്ടുകളിൽ ഒളിപ്പിച്ചു വെക്കുന്നതും അത് പ്രകടമാക്കുന്നതുമെല്ലാം തന്നെ അല്ലാഹു അറിയുന്നുണ്ട്. ആകാശഭൂമികളിലുള്ളതെല്ലാം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ അറിയുന്നു. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു ഓരോ കാര്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. എന്നിട്ട് അല്ലാഹു തുടർന്ന് പറയുകയാണ്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ ആമിലത് മിൻ ഖൈറിൻ മുഹ്ദറ വമാ ആമിലത് മിൻ സൂഇൻ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദ. ഇതാ നാളെ ഓരോ നഫ്സും, ഓരോ ആളുകളും അവർ എന്താണോ പ്രവർത്തിച്ചത്, പ്രകടമായി പ്രവർത്തിച്ചതും അതുപോലെ തന്നെ ഒളിപ്പിച്ചു വെച്ച് പ്രവർത്തിച്ചതും എല്ലാം തന്നെ അവർ നാളെ കാണും. ഓരോ ആളുകളും അത് നാളെ കാണും. അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും. അത് നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, മോശമായ പ്രവർത്തികൾ പ്രവർത്തിച്ച ആളുകൾ നാളെ കരുതിപ്പോകുമെന്നാണ്, നാളെ വിചാരിക്കുമെന്നാണ്, എനിക്കും ഈ തിന്മകൾക്കും വളരെ വിദൂരമായ ദൂരമുണ്ടായിരുന്നെങ്കിൽ എന്നവർ വിചാരിച്ചു പോകും. എന്നിട്ട് അല്ലാഹു വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്, വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ, ഇത് അല്ലാഹു അവനെപ്പറ്റി വീണ്ടും താക്കീത് ചെയ്തുകൊണ്ട് പറയുകയാണ്, വല്ലാഹു റഊഫും ബിൽ ഇബാദ്, വല്ലാഹു റഊഫും ബിൽ ഇബാദ്. ഇതാ അടിമകളോട് അങ്ങേയറ്റത്തെ കാരുണ്യമുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ന് നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അല്ലാഹു നമ്മോടുള്ള കാരുണ്യം കൊണ്ടും അനുകമ്പ കൊണ്ടും അവനെപ്പറ്റി നമ്മോട് താക്കീത് ചെയ്ത് പറയുകയാണ്. അല്ലാഹു അവനെപ്പറ്റി നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അവനെപ്പറ്റി താക്കീത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഉദാഹരണത്തിന് അല്ലാഹുവിന്റെ കേൾവി. ചിന്തിച്ചു നോക്കൂ സഹോദരങ്ങളെ, അവൻ എല്ലാ ശബ്ദങ്ങളും കേൾക്കുന്നവനാണ്. എല്ലാ ശബ്ദങ്ങളും, ഒരു ഹർഫ് പോലും അവനിൽ നിന്ന് കേൾക്കാത്ത അവസ്ഥയില്ല. അവൻ കേൾക്കാതെ പോവുകയില്ല. ഒരാളുടെ ശബ്ദം മറ്റൊരാളുടെ ശബ്ദവുമായി ഇടകലർന്ന് കേൾക്കേണ്ടി വരികയില്ല. അള്ളാഹുവിന് എല്ലാ ഹർഫുകളും എല്ലാ ശബ്ദങ്ങളും ഒരുപോലെ ഏറ്റവും നന്നായി കേൾക്കാൻ സാധിക്കും. ആദം സന്തതികൾ മുഴുവൻ ഒരിടത്ത് നിന്ന് അള്ളാഹുവോട് സംസാരിച്ചാൽ ഓരോ ആളുകളുടെയും സംസാരം അള്ളാഹു കേൾക്കും. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും ജനങ്ങളിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ട് ശബ്ദം താഴ്ത്തി സംസാരിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കേൾക്കും. അറിയണം സഹോദരങ്ങളെ, അല്ലാഹു അതും കേൾക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ചു നോക്കൂ, അല്ലാഹുവിന്റെ കേൾവി അത്രത്തോളം വലുതാണ്.
അതുപോലെ സഹോദരങ്ങളെ, അവന്റെ കാഴ്ചയെക്കുറിച്ച് നമ്മോട് താക്കീത് ചെയ്ത് പറയുകയാണ്. അവൻ നമ്മളെ രഹസ്യത്തിലും അതുപോലെ തന്നെ പരസ്യത്തിലും സദാ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനിൽ നിന്ന് നമുക്ക് ഒളിച്ചിരിക്കാൻ സാധിക്കുകയില്ല. സലഫുകളിൽപ്പെട്ട ചില ആളുകളുടെ അടുത്ത് വന്നുകൊണ്ട് ചിലർ പറഞ്ഞതായി കാണാം, എനിക്ക് തിന്മകൾ ചെയ്യണം, എനിക്ക് ഇന്ന തിന്മകൾ ചെയ്യണം. അപ്പോൾ അവർ കൊടുക്കുന്ന മറുപടി, റബ്ബ് നിന്നെ കാണാത്ത ഒരു സ്ഥലത്ത് പോയി നീ തിന്മ ചെയ്തു കൊള്ളുക എന്നാണ്. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? ഒരിക്കലുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല കാണാതെ നമുക്ക് തിന്മകൾ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് റബ്ബ് നമ്മളെ നോക്കി കാണുന്നുണ്ട് എന്ന ആ ഒരു ബോധം, അതിനെപ്പറ്റിയും റബ്ബ് നമ്മോട് താക്കീത് ചെയ്ത് പറയുകയാണ്. നമ്മൾ ഒരാളും കാണാത്ത ഒരു സ്ഥലത്ത് പോയി നിന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ആരും കാണാതെ കൊട്ടിയടച്ചുകൊണ്ട് ഒരു മുറിയിൽ നിന്ന് ചെയ്യുന്ന തിന്മകൾ നമ്മൾ ആരും കാണുന്നില്ല എന്ന് കരുതരുത്. ഒരാളും കാണുന്നില്ല എന്നുള്ള ഒരു വിചാരം നമുക്ക് ഉണ്ടാകേണ്ടതില്ല. റബ്ബ് കാണുന്നുണ്ട്, റബ്ബ് നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവന്റെ അറിവിനെ കുറിച്ച് നമ്മോട് താക്കീത് നൽകുകയാണ്. നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതുമെല്ലാം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. നാം പ്രകടമാക്കുന്നതും ഒളിപ്പിച്ചു വെക്കുന്നതുമെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. അല്ലാഹു പറഞ്ഞില്ലേ, യഅലമു ഖായിനത്തൽ അഅ്യുൻ വമാ തുഖ്ഫി സുദൂർ. അല്ലാഹു പറയുകയാണ്, യഅലമു ഖായിനത്തൽ അഅ്യുൻ, കണ്ണിന്റെ കട്ടുനോട്ടം അല്ലേ, നമ്മൾ മറ്റൊരാൾ കാണാതെ കട്ടുനോക്കുമല്ലോ, അതുപോലും റബ്ബ് അറിയുന്നുണ്ട്. അത് മാത്രമാണോ വമാ തുഖ്ഫി സുദൂർ, നിങ്ങൾ ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യവും റബ്ബ് അറിയുന്നുണ്ട്. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ സഹോദരങ്ങൾ. നമുക്ക് നമ്മുടെ ഈ വേഷവിധാനം കൊണ്ട് മറ്റുള്ള ആളുകളെ എളുപ്പത്തിൽ പറ്റിക്കാൻ സാധിക്കും. നമ്മൾ വലിയ മുത്തഖിയാണെന്ന് മറ്റുള്ള ആളുകളെ നമുക്ക് കാണിക്കാൻ സാധിക്കും. പക്ഷേ മനസ്സിലാക്കണം, റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് നിന്റെ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നത്. അല്ലാഹു താക്കീത് ചെയ്ത് നമ്മോട് പറയുന്ന കാര്യമാണ് അല്ലാഹുവിന്റെ അറിവിനെ കുറിച്ച്. നമ്മളൊരു കാര്യം നമ്മൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എങ്കിൽ ആകാശ ഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ റബ്ബിനതറിയാം. അത്രമേൽ വിശാലമായതാണ് റബ്ബിന്റെ അറിവ്, അത്രമേൽ വിശാലമാണ്. നാം ഒരു കാര്യം കൽബിൽ ഒളിപ്പിച്ചു വെച്ചാൽ അത് അല്ലാഹു അറിയുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്ന ആ ഒരു കാര്യം അത് ശൈത്താന്റെ വസ്വാസാണെങ്കിൽ അല്ലാഹു അതുകൊണ്ട് നമ്മളെ ശിക്ഷിക്കുകയില്ല. അൽഹംദുലില്ലാഹ്. നമുക്ക് പല ആളുകൾക്കും ശൈത്താൻ വന്ന് ഓരോ വസ്വാസ് ഇങ്ങനെ ഉണ്ടാക്കിത്തരും. അത് മുഖേന അല്ലെങ്കിൽ അവൻ ദുർബോധനം നടത്തുന്നതിനെ കുറിച്ച് അല്ലാഹു നമ്മോട് ചോദിക്കുകയില്ല. അല്ലാഹു പറഞ്ഞില്ലേ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹാ. ഒരാൾക്ക് താങ്ങുന്നതിനപ്പുറം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിക്കുകയില്ല. ഇത് നമുക്ക് താങ്ങുന്നതിനപ്പുറമാണ് ശൈത്താന്റെ വസ്വാസുകൾ. അവൻ പലതും വന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ദുർബോധനം നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഇനി നമ്മൾ തന്നെ ഈ ഒരു കാര്യം അത് നമ്മളോട് റബ്ബ് ചോദിക്കുകയില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, നമ്മൾ തന്നെ മനസ്സുകൊണ്ടൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ്, ഹദീസു നഫ്സ് എന്ന് പറയും. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ തന്നെ സ്വന്തമായി ചിന്തിച്ചു പോകുന്ന കാര്യം, ആ ഒരു കാര്യം നമ്മൾ മറ്റുള്ള ആളുകളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ആ ഒരു കാര്യം പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുന്നിടത്തോളം റബ്ബ് നമ്മളെ ശിക്ഷിക്കുകയില്ല. അൽഹംദുലില്ലാഹ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് സംഭവിക്കുന്നതാണ്. ശൈത്താന്റെ ദുർബോധനം എല്ലാ എങ്കിൽ നമ്മുടെ ദേഹേച്ഛക്കനുസരിച്ച് നമ്മൾ പലതും ചിന്തിച്ചു പോകും, പലതും നമ്മൾ ചിന്തിച്ചു കൂട്ടും. പക്ഷേ അത് മറ്റൊരാളോട് പറയാത്തിടത്തോളം അല്ലെങ്കിൽ നമ്മളത് പ്രവർത്തിക്കാത്തിടത്തോളം റബ്ബ് നമ്മളെ ശിക്ഷിക്കുകയില്ല. പക്ഷേ നമ്മൾ ഉറപ്പിച്ചു തീരുമാനിക്കുകയാണ്, ഇന്ന തിന്മ എനിക്ക് ചെയ്യണം. അവൻ ഉറച്ച തീരുമാനം എടുക്കുകയാണ്, റബ്ബിനെ എനിക്ക് ധിക്കരിക്കണം. ഇതാണ് ഒരുവൻ യഥാർത്ഥത്തിൽ ചിന്തിക്കുന്നത്. അവനത് പറഞ്ഞില്ല എങ്കിലും അങ്ങനെ ഒരുവൻ ഉറപ്പിച്ചു തീരുമാനം എടുത്തു ചെയ്താൽ അള്ളാഹു പിടിക്കും. അള്ളാഹു അത് നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു വിഷയം അള്ളാഹുവിന്റെ കാരുണ്യം നോക്കൂ. എത്രമേൽ കാരുണ്യവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മളത് ഉറപ്പിച്ചു ചെയ്താലാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പിടികൂടുക. അള്ളാഹു അങ്ങേയറ്റം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അള്ളാഹു നമ്മോട് അവന്റെ പിടുത്തത്തെക്കുറിച്ച് താക്കീത് ചെയ്യുകയാണ്. അവന്റെ പിടുത്തം എന്നുള്ളത് കഠിനമാണ്. ഇന്ന ബത്ശ റബ്ബിക ലശദീദ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, റബ്ബിന്റെ പിടുത്തം അത് വളരെ കഠിനമാണ് എന്ന് അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയാണ്. പ്രതാപിയും കഴിവറ്റവനുമായ കഴിവുള്ള ഒരാളുമായ ഒരുവൻ എങ്ങനെയാണോ പിടികൂടുന്നത്, അതുപോലെയല്ല അതിനേക്കാൾ ഉപരി വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവെ ഉപമിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പിടുത്തം അത് കഠിനമാണ്. സഹോദര, അള്ളാഹു നമുക്ക് നമ്മുടെ സമയം ഇങ്ങനെ നീട്ടി നൽകുകയാണ്.
വല്ലാഹി നമുക്ക് അള്ളാഹു സമയം ഇങ്ങനെ നീട്ടി നൽകുകയാണ്, നമുക്കിങ്ങനെ നീട്ടി നൽകുകയാണ്. നമ്മൾ തിന്മയിൽ മുഴുകുന്നിടത്തോളം അള്ളാഹു നമുക്ക് സമയം നീട്ടിത്തരുകയാണ്. അത് കണ്ട് നമ്മൾ വഞ്ചിതനാകാൻ പാടില്ല, അത് കണ്ട് നമ്മൾ വഞ്ചിതനാകാൻ പാടില്ല. അള്ളാഹു നമ്മോടുള്ള കാരുണ്യം കൊണ്ടാണ് നമുക്ക് സമയം ഇങ്ങനെ നീട്ടി നൽകുന്നത്. പല വിഭവങ്ങളും നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. എന്തിനു വേണ്ടിയാണത്? റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാനാണ്, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാനാണ്. ചില ആളുകളെങ്കിലും ചിന്തിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ദുനിയാവിൽ പല വിഭവങ്ങളും ലഭിക്കുന്നത് കൊണ്ട് ചില ആളുകളെങ്കിലും പറയുന്നതായി കാണാം, അവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്. ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അടയാളം അവന് ദുനിയാവ് ലഭിക്കുക എന്നുള്ളതല്ല, മറിച്ച് റബ്ബിനൊരു സുജൂദ്, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം, അവനാണ് യഥാർത്ഥ സൗഭാഗ്യവാൻ. അതുകൊണ്ട് നമുക്ക് ദുനിയാവിൽ വല്ല വിഭവങ്ങളും റബ്ബിനെ ധിക്കരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. റബ്ബ് നമ്മളെ പിടികൂടുന്നതിന്റെ അടയാളമായിരിക്കാം ഒരുപക്ഷെ. അതുകൊണ്ട് അത് കണ്ട് നമ്മൾ വഞ്ചിതനാകാൻ പാടില്ല. അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടിയാണ് റബ്ബ് നമുക്ക് അതിനുള്ള സമയം ഇങ്ങനെ നീട്ടി നൽകുന്നത്. നമ്മൾ മടങ്ങുന്നുണ്ടോ, നമ്മൾ തൗബ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിനെ കുറിച്ച്. അള്ളാഹു നമുക്ക് ഓരോ കാര്യങ്ങളും അറിയിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു താക്കീത് ചെയ്ത് പറഞ്ഞ മറ്റൊരു കാര്യമാണ് അള്ളാഹുവിന്റെ കോപം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ കോപത്തെ പറ്റി നമ്മോട് അള്ളാഹു താക്കീത് ചെയ്ത് പറയുകയാണ്. അതുപോലെ തന്നെ ഗൈറത്തിനെ പറ്റിയും. എന്താണ് സഹോദരങ്ങളെ ഗൈറത്ത് എന്ന് പറഞ്ഞാൽ? ആത്മരോഷം. ആത്മരോഷം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ റബ്ബ് ആത്മരോഷമുള്ളവനാണ്. അതെ, അങ്ങേയറ്റം ആത്മരോഷമുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. എപ്പോഴാണ് സഹോദരങ്ങളെ അവൻ നമ്മളോട് ആത്മരോഷം കാണിക്കുക, അവൻ നമ്മളോട് കോപിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം വന്ന ആ ഒരു ചരിത്രം നമുക്ക് അറിയുന്നതാണ്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ദിവസം സഹാബികളോടായി പറഞ്ഞു, ലൗ റഅയ്തു റജുലൻ മഅ ഇംറഅതി ലളറബ്തുഹു ബിസൈഫ്. എന്റെ ഭാര്യയുടെ കൂടെ അവൻ അനുവദനീയമല്ലാത്ത ഒരാളെ ഞാൻ കാണുകയാണെങ്കിൽ, മോശമായ അവസ്ഥയിൽ ഞാൻ അവനെ കാണുകയാണെങ്കിൽ അവനെ ഞാൻ വാളുകൊണ്ട് വെട്ടുക തന്നെ ചെയ്യുമെന്ന് സഹാബിമാരോടായി സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു. فبلغ ذلك رسول الله صلى الله عليه وسلم. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഈ വാർത്ത വന്നെത്തി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അതഅജബൂന മിൻ ഗൈറതി സഅദ്. നിങ്ങൾ സഅദിന്റെ ആത്മരോഷം കണ്ട് അത്ഭുതപ്പെട്ടിട്ടാണ് ഉള്ളത്? എന്നിട്ട് റസൂൽ പറയുകയാണ്, ഫവല്ലാഹി ലഅന അഗ്യറു മിൻ. ഇതാ സഅദിനേക്കാൾ ആത്മരോഷമുള്ളവനാണ് ഞാനെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വല്ലാഹു അഗ്യറു മിന്നി. റബ്ബ് സുബ്ഹാനഹു വ തആല എന്നേക്കാൾ ആത്മരോഷമുള്ളവനാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എപ്പോഴാണ് റബ്ബ് നമ്മോട് കോപിക്കുക എന്നുള്ളത്? അവിടുന്ന് പറയുകയാണ്, മിൻ അജ്ലി ഗൈറത്തില്ലാഹ് ഹറമൽ ഫവാഹിഷ്. അള്ളാഹു ആത്മരോഷമുള്ളവനായതുകൊണ്ടാണ് അവൻ മ്ലേച്ഛമായ കാര്യങ്ങളെ ഹറാമാക്കിയത്. മറ്റൊരു റിവായത്തിൽ വന്നതായി കാണാം, മറ്റൊരു ഹദീസിൽ വന്നതായി കാണാം, ഇന്നല്ലാഹ യഗാർ. തീർച്ചയായും റബ്ബ് സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ആത്മരോഷമുള്ളവനാണ്, അങ്ങേയറ്റം ആത്മരോഷമുള്ളവനാണ്. വഗൈറത്തുല്ലാഹി തആല അയഅതിയൽ മർഉ മാ ഹറമല്ലാഹു അലൈഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹു ആത്മരോഷം കാണിക്കുക ഒരാൾ ഹറാമായ പ്രവൃത്തി ചെയ്യുമ്പോൾ അല്ലാഹു നമ്മോട് കോപിക്കും. സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക. അല്ലാഹു നിശ്ചയിച്ച പരിധികൾ, അല്ലാഹു നമുക്ക് ഹറാമാക്കിയ കാര്യങ്ങൾ അത് ലംഘിച്ചു കഴിഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് കോപിക്കും, നമ്മോട് കോപിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആരും കാണാതെ ചെയ്യുന്ന ഹറാമായ കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ ആരും കേൾക്കാതെ പറയാതെ അല്ലെങ്കിൽ ചെയ്യുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, അതുമൂലം നമുക്ക് ലഭിക്കുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കോപമാണ്. നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. നമ്മൾ ഈ ചെയ്തു കൂട്ടുന്ന ഹറാമായ കാര്യങ്ങൾ കൊണ്ട് റബ്ബ് നമുക്ക് തരുന്നത് അവന്റെ കോപത്തെയാണ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു നമ്മോട് നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തി, മ്ലേച്ഛമായ പ്രവൃത്തികൾ കാരണം റബ്ബ് നമ്മോട് ഗൈറത്ത് കാണിച്ചാൽ ആരാണ് പിന്നീട് നമുക്ക് നിർഭയത്വം നൽകുക? ഏത് രാജാവാണ് നമുക്ക് നിർഭയത്വം നൽകിയാലും പിന്നീട് എങ്ങനെയാണ് നമുക്ക് വിജയം ലഭിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്യുന്ന ഹറാമായ കാര്യങ്ങൾ അത് നമ്മൾ റബ്ബിന് വേണ്ടി ഉപേക്ഷിക്കേണ്ടതുണ്ട്. ആലോചിച്ചു നോക്കുക, നമ്മൾ ഹറാമായ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മേൽ ശിക്ഷ വന്നിറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ ഹറാമായ കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റബ്ബിന്റെ ശിക്ഷ വന്നെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ വിഷയം ശ്രദ്ധിക്കണം. ഹറാമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങേയറ്റം പേടിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ
കാരണം ഹറാമുകൾ വളരെ വ്യാപകമായി ഹലാലായ പോലുള്ള അവസ്ഥയാണ്, എല്ലാം ലാഘവ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് ഈ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതേപോലെ നമ്മോട് താക്കീത് ചെയ്ത് പറഞ്ഞ കാര്യമാണ് അവന്റെ കിതാബിനെ പറ്റി, കിതാബത്തിനെ പറ്റി. എന്താണ് സഹോദരങ്ങളെ കിതാബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാ ഓരോ കാര്യവും റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മലായികത്തുകളെ കൊണ്ട് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അള്ളാഹു നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും പ്രവൃത്തികളും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അല്ലേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആസാറഹും, നമ്മളാണ് ജീവിപ്പിക്കുന്നത്, മരിച്ചയാളുകളെ ജീവിപ്പിക്കുന്നത് നമ്മളാണ്, നാമാണ്, അള്ളാഹുവാണ് എന്ന് പറയുകയാണ്. വനക്തുബു മാ ഖദ്ദമു വആസാറഹും, അവർ പ്രവർത്തിച്ചതും അതിന്റെ അസറുകളും അത് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് ഒരു സംശയവുമില്ലാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. നാളെ റബ്ബിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൈമലർത്താൻ സാധിക്കുകയില്ല. റബ്ബ് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ നടക്കുമെന്നുള്ളത്. നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം അത് പഠിക്കുക എന്നുള്ളതാണ്, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദര, നമ്മൾ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യവും വ്യക്തവുമായി റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവാണ് സഹോദരങ്ങളെ ദുനിയാവ്, അതിലുള്ളതെല്ലാം തന്നെ കഴിഞ്ഞു പോകും. ദുനിയാവിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോകും. അതിലെ കയ്പും മധുരവും അതുപോലെ തന്നെ സങ്കടവും സന്തോഷവും എല്ലാം തന്നെ അത് കഴിഞ്ഞു പോകും. നമുക്ക് ആർക്കെങ്കിലും അറിയുന്ന ഒരു കാര്യമാണോ ദുനിയാവിലെ ഏതെങ്കിലും ഒരു ആസ്വാദനം, ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് എപ്പോഴും ലഭിക്കുന്നത്? എപ്പോഴും നമുക്ക് സന്തോഷമാണോ ഈ ദുനിയാവിൽ? അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് സങ്കടമാണോ? അതെല്ലാം കഴിഞ്ഞു പോകും. നമുക്ക് അറിയുന്നതാണ് അങ്ങനെ ഒരു കാര്യം ദുനിയാവിലില്ല, എപ്പോഴും ഒരേ അവസ്ഥ എന്നുള്ളത്. പക്ഷേ നമ്മൾ നമ്മുടെ കിതാബിൽ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊക്കെ ബാക്കിയാകും. നമ്മൾ ഏത് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ചത് അത് നാളെ ബാക്കിയാകും. നമ്മൾ ഇന്ന് പ്രവർത്തിച്ചത് അത് നാളേക്കുള്ളതാണ്. നമ്മൾ ഇന്ന് പറഞ്ഞത് അത് നാളേക്കുള്ളതാണ്. എന്നിട്ട് അള്ളാഹു പറഞ്ഞില്ലേ ആസാറഹും, എന്താണ് സഹോദരങ്ങളെ ആസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിസ്കാരം, ആ നിസ്കാരം മാത്രമല്ല, അതിന് മാത്രമല്ല നമുക്ക് പ്രതിഫലം ലഭിക്കുക. ആ നിസ്കാരത്തിലേക്ക് നമ്മൾ നടന്നിട്ടുണ്ട് എങ്കിൽ ആ നടത്തത്തിന് നമുക്ക് പ്രതിഫലമുണ്ട്. ആ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിനെല്ലാം പ്രതിഫലമുണ്ട്. അതാണ് ആസാർ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം, അഥവാ നിസ്കാരത്തിന് വേണ്ടിയുള്ള നടത്തം. അതുപോലെ തന്നെ നമ്മൾ അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് നമുക്ക് പ്രതിഫലമുണ്ട്. ഇതിനാണ് ആസാർ എന്ന് പറയാം. ഇനി തിന്മയാണെങ്കിൽ അതും, നമ്മൾ മോശമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ ആ നടത്തവും റബ്ബ് സുബ്ഹാനഹു വ തആല എഴുതി വെക്കും. ആ നടത്തത്തിനും നമുക്ക് ശിക്ഷ ലഭിക്കും. ഇനി ആ പ്രവൃത്തിക്കും ശിക്ഷ ലഭിക്കും. ഇതാണ് ആസാർ എന്ന് പറഞ്ഞാൽ ഒരു വിശദീകരണം. ഇനി ആസാർ കൊണ്ടുള്ള രണ്ടാമത്തെ ഉദ്ദേശം സഹോദരങ്ങളെ, നമ്മൾ ബാക്കി വെക്കുന്ന കാര്യങ്ങളാണ്, അനന്തരം ബാക്കി വെക്കുന്ന കാര്യത്തിനാണ് ആസാർ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇതാ ഈ കാലഘട്ടത്തിൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ മൊബൈൽ ഫോണിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അത് അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഇവിടെ ബാക്കി വെക്കുന്നത് നന്മയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, നമുക്ക് മരിച്ചു കഴിഞ്ഞാലും ലഭിക്കുന്നത് നന്മകളായിരിക്കും. നമ്മൾ നമ്മുടെ ഖബറിലാണെങ്കിലും നമുക്കിതാ നന്മകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? നമ്മൾ ഇവിടെ ബാക്കി വെച്ചു പോയത് നന്മകളാണ്. ആളുകൾ അത് കാണുന്നതിനനുസരിച്ച് നമുക്കൊരു പ്രതിഫലം ലഭിക്കുന്നുണ്ട്. അതും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. ഇനി സഹോദരങ്ങളെ, നേരെ തിരിച്ചാണെങ്കിലോ നമ്മളിവിടെ ബാക്കി വെച്ച് പോകുന്നത് ഹറാമായ പല കാര്യങ്ങളുമാണ്. മ്യൂസിക്കുകൾ, അതുപോലെ തന്നെ അന്യ സ്ത്രീകളുള്ള മറ്റു പല വീഡിയോസുകൾ, അതുപോലെയുള്ള കാര്യങ്ങളുമാണെങ്കിൽ ഇതാ നാളെ ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരുവൻ ധാരാളം തിന്മകൾ ഇങ്ങനെ കാണുകയാണ്. തന്റെ ഏടിൽ അവൻ അതൊന്നും പ്രവർത്തിച്ചിട്ടില്ല, പക്ഷേ അവന്റെ ഏടുകളിൽ അതാ വന്നുകൂടുന്നത് തിന്മകളാണ്. എന്താണ് അതിനുള്ള കാരണം? നമ്മൾ ബാക്കി വെച്ച് പോയത് നമ്മൾ പല ഹറാമായ കാര്യങ്ങളാണ്. ഇത് നമ്മൾ ഒരാൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്, ഇതാ ഇന്ന് ഹറാമ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ അത് ആർക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തോ അതിന്റെ ഒക്കെ ഒരു ഓഹരി നമുക്കും ലഭിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തായിരിക്കും സഹോദരങ്ങളെ അവസ്ഥ? എന്തായിരിക്കും ഈ ഒരു അവസ്ഥ? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്മയുടെ ആളുകളാവുക, നന്മകൾ ബാക്കി വെക്കുന്ന ആളുകളാവുക. ഇതാ ഈ മസ്ജിദ് എന്നുള്ളത് ഒരു നന്മയാണ്.
ഇതിലിതാ നിസ്കരിക്കാൻ വരുന്ന ആളുകൾക്ക് അതിനുള്ള പ്രതിഫലം ആർക്ക് ലഭിക്കുന്നുണ്ട്? ഈ മസ്ജിദ് ഉണ്ടാക്കിയ ആളിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ സഹോദരങ്ങളെ, നമുക്കും ഇങ്ങനെയുള്ള നന്മകൾ ബാക്കി വെക്കാൻ സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ നമ്മുടെ വീട്ടിലും അതുപോലെ തന്നെ നമ്മുടെ ജോലി സ്ഥലങ്ങളിലും മറ്റും നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കുക. എന്ത് തടസ്സമാണ് നമുക്കുള്ളത് നന്മകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ട്? ഹറാമുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഹറാമ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ലജ്ജയുമില്ല. പിന്നെ എന്തിനാണ് സഹോദരങ്ങളെ നന്മകൾ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് ലജ്ജയുള്ളത്? അല്ലെ, ചില ആളുകളെങ്കിലും പറയുന്നതായി കാണാം, ഇപ്പോൾ ഇത് പറഞ്ഞാൽ ശരിയാവുകയില്ല. എന്താണ് സഹോദര, നമുക്ക് നാളെ ലഭിക്കാനിരിക്കുന്നത് സ്വർഗമാണ്. നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്കും പ്രതിഫലമുണ്ട്. അതുകൊണ്ട് ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തന്നില്ലേ, വൗദിഅൽ കിതാബ്, വൗദിഅൽ കിതാബ്, ഇതാ നാളെ ഗ്രന്ഥം വെക്കപ്പെടും. നാളെ ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ, പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഇതാ നമ്മൾ ചെയ്ത ഗ്രന്ഥം വെക്കപ്പെടും. ഫതറൽ മുജ്രിമീന മുസ്ഫിഖീന മിമ്മാ ഫീഹ്, അപ്പോൾ അധർമ്മം ചെയ്ത ആളുകൾ, ധിക്കാരം ചെയ്ത ആളുകൾ അവർ പേടിച്ചുകൊണ്ട് പറയുമെന്നാണ്, വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, എന്റെ നാശമേ ഇതെന്തൊരു ഗ്രന്ഥമാണ്. തിന്മകൾ ചെയ്ത ആളുകൾ നാളെ പറയുന്ന കാര്യം ഇതായിരിക്കും, യാ വൈലതന, എന്റെ നാശമേ ഇതെന്തൊരു കിതാബാണ്, ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. നമ്മളെല്ലാവരും വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ കഹ്ഫ്. അതിൽ പറയുന്ന വാചകങ്ങളാണിത്. എന്താണത്? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഞാൻ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും ഈ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ എന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും വലിയ കാര്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്, വവജദു മാ അമിലു ഹാളിറാ, നമ്മൾ ചെയ്ത പ്രവർത്തികൾ നമ്മൾ കാണും. വലാ യസ്ലിമു റബ്ബുക അഹദാ, നമ്മുടെ റബ്ബ് ഒരാളോട് പോലും അനീതി കാണിക്കുകയില്ല എന്ന് നമുക്ക് അറിയിച്ചു തരികയാണ്. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, നമ്മളെ പറ്റി നമുക്ക് അറിയുന്നതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണമെങ്കിൽ നമ്മളെ ചോദിക്കാതെ തന്നെ നരകത്തിലേക്ക് ഇടാൻ സാധിക്കും. പക്ഷേ റബ്ബ് നമുക്ക് അറിയിച്ചു തരും, ഇന്ന സമയത്ത് നീ ഇന്ന തിന്മകൾ ചെയ്തില്ലേ, ഇന്ന സമയത്ത് നീ ചെയ്ത കാര്യങ്ങൾ ഇന്നതല്ലേ എന്ന് നമുക്ക് റബ്ബ് അറിയിച്ചു തരും. നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളെ എങ്ങോട്ടേക്കാണോ, സ്വർഗത്തിലേക്കാണെങ്കിൽ സ്വർഗത്തിൽ, നരകത്തിലേക്കാണെങ്കിൽ നരകത്തിലേക്ക് അയക്കുക. അല്ലേ, റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ആരാണോ ഒരു ഉറുമ്പിന്റെ കാലടിയോളം നന്മകൾ ചെയ്യുന്നത് അത് അവൻ കാണും. ഇനി തിന്മകളാണെങ്കിൽ അതും അവൻ അതിന്റെ പ്രതിഫലവും അവൻ അനുഭവിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാര്യം ചെറുതല്ല. നമ്മൾ ഈ ദുനിയാവിൽ വന്ന് ജീവിച്ചു വെറുതെ മരിച്ചു പോകേണ്ട ആളുകളല്ല. നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി, ഇങ്ങനെയുള്ള പ്രവർത്തികൾക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده أما بعد. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കണ്ടുമുട്ടുന്ന ദിനത്തെപ്പറ്റി അവൻ നമ്മോട് താക്കീത് നൽകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പറയുകയാണ്, വമാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു ലൈസ ബൈനഹു വ ബൈനഹു തുർജുമാൻ. ഇതാ നാളെ ഓരോ ആളുകളും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് സംസാരിക്കുക തന്നെ ചെയ്യും. അവനും റബ്ബ് സുബ്ഹാനഹു വ തആലക്കുമിടയിൽ ഒരു പരിഭാഷകന്റെയോ ആവശ്യമില്ലാതെ. സഹോദരങ്ങളെ, അന്നേ ദിവസം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം കോപിച്ചവനായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നാളെ മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ ശുപാർശയ്ക്ക് വേണ്ടി പല നബിമാരുടെ അടുക്കലേക്കും പല സമുദായവും പല ആളുകളും ചെല്ലും. ഓരോ നബിമാരും ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല അന്നേ ദിവസം അങ്ങേയറ്റം കോപിച്ചവനായിരിക്കും. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ദുനിയാവിൽ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും റബ്ബ് മറച്ചു നൽകി. അള്ളാഹു നമുക്ക് മറയിട്ട് നൽകി. നമ്മൾ ഇതാ റബ്ബിനെ ധിക്കരിക്കുകയാണ്. പല കാര്യങ്ങൾ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മറയിട്ട് തരികയാണ്. നമ്മൾ ചെയ്ത തിന്മകൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ.
റബ്ബെങ്ങാനും ആ മറ വലിച്ചു നീക്കിയാൽ നമുക്ക് ആരുടെ മുന്നിലാണ് തല ഉയർത്തി നടക്കാൻ സാധിക്കുക? അല്ലേ? ഇമാം ഖഹ്താനി പറഞ്ഞതുപോലെ, വല്ലാഹി ലൗ അലിമു ഖബീഹ സരീറതി ലഅബസ്സലാമ അലയ്യ മയൽഖാനി. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം വലിയ ഇമാമാണ്, അദ്ദേഹം വിനയം കൊണ്ട് പറയുന്നതാണ്. അദ്ദേഹം പറയുകയാണ്, എന്റെ രഹസ്യ ജീവിതം എങ്ങാനും ആരെങ്കിലും അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ കണ്ടുമുട്ടുന്ന ആളുകൾ എന്നോട് സലാം പറയാതെ തിരിഞ്ഞു പോയേനെ എന്ന്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ ആ മറ, അള്ളാഹുവിന്റെ ആ സിത്ർ, അള്ളാഹു നമുക്ക് നൽകിയ ആ മറ ആലോചിച്ചു നോക്കൂ. അതുള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നത്, എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് റബ്ബിന്റെ മറ കൊണ്ടാണ്. അപ്പോൾ സഹോദരങ്ങളെ, നാളെ ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മോട് ചോദിക്കും, നമ്മൾ പ്രകടമാക്കി വെച്ച കാര്യങ്ങളുമെല്ലാം ഇന്ന സമയത്ത് നീ ഇന്നത് ചെയ്തില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ വിചാരിക്കുമെന്നാണ്, ഞാനിതാ നശിച്ചിരിക്കുന്നു, എന്റെ ഇതാ നാശം വന്നിരിക്കുന്നു, എനിക്ക് നരകമായിരിക്കാം. റബ്ബ് ഓരോ കാര്യങ്ങളും എന്നോട് ചോദിച്ചു കഴിഞ്ഞു, ഇനിയിപ്പോൾ എനിക്ക് നരകമായിരിക്കും ലഭിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന മറുപടിയുണ്ട്, സതർതുഹാ അലൈക ഫിദ്ദുനിയ, ദുനിയാവിൽ ഞാൻ നിനക്കതിന് മറയിട്ട് നൽകിയിട്ടുണ്ട്. വഅനാ അഗ്ഫിറുഹാ ലകൽ യൗം, ഇതാ ഇന്നേ ദിവസം ആ കാര്യങ്ങളെല്ലാം നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനുഷ്യരാണ്, തിന്മകൾ സംഭവിച്ചേക്കാം, പക്ഷേ അത് ആളുകളുടെ മുന്നിൽ നമ്മൾ പറയാൻ നിൽക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തന്ന കാര്യമാണ്, അള്ളാഹു എല്ലാവർക്കും പുറത്തു നൽകും, ചില ആളുകൾക്കൊഴികെ. എങ്ങനെയുള്ള ആളുകളാണ്? തിന്മകൾ ചെയ്യുകയും അത് ജനങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പറയുകയും ചെയ്യുന്ന ആളുകൾക്കൊഴികെ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതാ ഈ കാലഘട്ടം സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ തിന്മകൾ ഇതാ പ്രകടമായി ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്, ആളുകൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ കൂട്ടത്തിലാകാൻ പാടില്ല. അള്ളാഹു നാളെ ചോദിക്കുമെന്നാണ്, നിനക്ക് ആരോഗ്യവും കുടിക്കാൻ നല്ല തണുത്ത വെള്ളവും ഞാൻ നൽകിയില്ലേ, എന്താണ് നീ പ്രവർത്തിച്ചത്? എനിക്ക് നന്ദിയായി നീ എന്താണ് പ്രവർത്തിച്ചത്? എന്തിനാണ് നീ പ്രവർത്തിച്ചത്? ഏത് കാര്യത്തിന് വേണ്ടിയാണെന്ന് പ്രവർത്തിച്ചത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാനിരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ആരെയാണോ റബ്ബ് സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി ഓരോന്നെടുത്ത് ചോദിച്ചുകൊണ്ട് വിചാരണ നടത്തുന്നത്, അവൻ നശിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു തരുകയാണ്. സഹോദരങ്ങളെ, യുഹദ്ദിറുകുമുല്ലാഹു നഫ്സ, അള്ളാഹു അവനെ പറ്റി നമ്മോട് താക്കീത് ചെയ്ത് പറയുകയാണ്. ആലോചിച്ചു നോക്കുക, ഈ ഒരൊറ്റ ആയത്ത് മാത്രമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്നത് എങ്കിൽ പോലും ഇത് മതിയാകുന്നതാണ്. ആലോചിച്ചു, അത്രക്ക് അർത്ഥവത്തമായ ഒരു ആയത്താണിത്. ഇനി ചോദിക്കട്ടെ സഹോദരങ്ങളെ, എന്തിനാണ് നമ്മൾ റബ്ബിനെ ധിക്കരിക്കുന്നത്? ഏതൊരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ റബ്ബിനെ ധിക്കരിക്കുന്നത്? ശരിയാണ്, അതിലൊരു ആസ്വാദനമുണ്ട്, അതുകൊണ്ടാണ് ആളുകൾ തിന്മകൾ ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം ഹൃദയത്തിൽ ഒരു ഇരുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണത്? ആലോചിച്ചു നോക്കുക. ആ തിന്മയിൽ ഉള്ള ആസ്വാദനം അത് നൈമിഷികമാണ്. വല്ലാഹി അത് നൈമിഷികമാണ്, അല്ലേ? തിന്മകൾ ചെയ്യുന്ന ആളുകൾ തന്നെ പറയുന്നതായി നമുക്ക് കാണുന്നതാണത്. ഇനി സഹോദരങ്ങൾ, ഈ തിന്മ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതാവസാനം വരെ അതിന്റെ ആസ്വാദനം ലഭിക്കുമെന്ന് തന്നെ വാദത്തിന് വേണ്ടി സമ്മതിക്കാം. നമ്മുടെ ആയുസ് വളരെ കുറച്ചല്ലേ? എന്തുറപ്പാണുള്ളത് നമുക്ക് ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ സാധിക്കുമെന്ന്? എന്തുറപ്പാണ് സഹോദരങ്ങളെ ഉള്ളത്? ദുനിയാവ് വളരെ വിരളം മാത്രമാണ്. നമ്മുടെ മരണം അതെപ്പോൾ വരുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ദുനിയാവിൽ തന്നെ ഇങ്ങനെയുള്ള തിന്മകൾ അതൊരു പരീക്ഷണമാണ്, ആഖിറത്തിലാവട്ടെ ശിക്ഷയും. അതിനാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള നമ്മുടെ ആയുസ് നമ്മൾ ഓരോ ആളുകളും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തി അവനെ ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന അവസ്ഥയിലേക്കാക്കുക. ആലോചിച്ചു നോക്കുക, നമ്മൾ ജനിച്ചത് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി സുജൂദിലായിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ പോലും റബ്ബിനുള്ള ഹക്ക് നമ്മൾ പൂർത്തിയാക്കി കൊടുത്തിട്ടില്ല. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണ്. നമ്മൾ ചെയ്യുന്ന വളരെ വിരളമായ പ്രവൃത്തിയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയാണ്. ദിവസത്തിൽ 5 നേരം നിസ്കരിക്കാൻ നമുക്ക് എത്ര സമയമാണ് വേണ്ടത്? അത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അത് മുഖേന നമ്മൾ ചെയ്ത പാപങ്ങൾ പുറത്തു നൽകുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മൾ ദുനിയാവിൽ കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ പോലും ഇതാ നാളെ ഖബറിൽ എത്തിക്കഴിഞ്ഞാൽ, ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇതാ സ്വർഗത്തിലെ ഒരു മുക്കിയെടുക്കൽ,
ഒരൊറ്റ മുക്കിയെടുക്കൽ, നമ്മളിത് ഈ ദുനിയാവിൽ എല്ലാ പരീക്ഷണങ്ങളും നമുക്ക് ലഭിച്ചു എന്നിരിക്കുക. അങ്ങനെയെങ്കിൽ നാളെ സ്വർഗത്തിൽ ഒരൊറ്റ മുക്കിയെടുക്കൽ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം മറക്കുമെന്നാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വർഗത്തിലെ ഒരു മുക്കിയെടുക്കൽ ആലോചിച്ച് നോക്കൂ. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന്. സ്വർഗത്തിൽ ഒരു മുക്കിയെടുക്കൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ദുനിയാവിൽ അനുഭവിച്ച എല്ലാ പ്രയാസങ്ങളും, ദുനിയാവിൽ ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ നമുക്ക് ലഭിച്ചു എന്ന് വിചാരിക്കുക. സ്വർഗത്തിൽ ഒരു മുക്കിയെടുക്കൽ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം മറക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്താണ് നമുക്ക് അള്ളാഹുലേക്ക് മടങ്ങാനുള്ള തടസ്സം? എന്ത് തടസ്സമാണ് നമുക്ക് റബ്ബിലേക്ക് മടങ്ങാനുള്ളത്? അതിനാൽ റബ്ബിലേക്ക് മടങ്ങി അവനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നവരുടെ കൂട്ടത്തിലാവുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في فلسطين وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.